കങ്കുവ, റൈറ്റർ ഡയറക്ടർ ശിവ. ശിവയുടെ കൂടെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിൽ മദൻ കർക്കി അതുപോലെ തന്നെ ആദി നാരായണ ഇവരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റാറിംഗ് സൂര്യ, ദിശ പട്ടാണി, ബോബി ഡിയോൾ, യോഗി ബാബു, റെഡിൻ കിൻസ്ലി, അതുപോലെ തന്നെ കോവൈ സർള, KS രവികുമാർ, അങ്ങനെ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് വന്നിട്ടുള്ള ഒരു സിനിമയാണ് കങ്കുവ. കങ്കുവ ഏർലി 2020s സൂര്യ കമ്മിറ്റ് ചെയ്തു. അതിനുശേഷം വന്നിട്ട് കോവിഡിൻ്റെ കാര്യങ്ങളായിട്ടും പിന്നെ പല പല കാരണങ്ങളായിട്ടും ഡിലേ ചെയ്തു. സൂര്യ തന്നെ ഇന്റർവ്യൂവിൽ അറൌണ്ട് 170 days ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണെന്നാണ് ആക്ച്വലി കങ്കുവിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. സോ ശിവ നമുക്ക് എല്ലാവർക്കും അറിയാം. ശിവയുടെ തമിഴിലെ ആദ്യത്തെ സിനിമയായിട്ടുള്ള സിറുത്തൈ. അതിനുശേഷം അജിത്തിനെ വെച്ചിട്ട് V സീരീസ് എടുത്തിട്ടുള്ള ആളാണ് ശിവ. വേതാളം, വിവേകം, മറ്റേ വിശ്വാസം, വീരം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സിനിമ. അതിനുശേഷം കങ്കുവയ്ക്ക് തൊട്ട് മുമ്പ് എടുത്തിട്ടുള്ള ശിവയുടെ സിനിമ എന്ന് പറയുന്നത് അണ്ണാത്തയാണ്. അപ്പോൾ ഒരു സിനിമ നമ്മൾ ഇതിനകത്ത് വന്നിട്ട് ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും ഒരു 3 ദിവസമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു സിനിമ അൾട്ടിമേറ്റ്ലി ആ സിനിമ വിലയിരുത്തേണ്ടത് പറയുന്നത് അത് കാണുന്ന പ്രേക്ഷകനാണ്. അല്ലാതെ ഇത് കങ്കുവയ്ക്ക് മാത്രം സംഭവിച്ചിട്ടുള്ള കാര്യമല്ല. ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള പല സിനിമകൾക്കും കോട്ടടക്കമുള്ള പല സിനിമകൾക്കും സംഭവിച്ച കാര്യം. നമ്മളൊരു സിനിമ പ്രേക്ഷകനാണ് ജഡ്ജ് ചെയ്യേണ്ടത്. അല്ലാതെ അതിൻ്റെ പ്രൊഡ്യൂസറോ അതിൽ അഭിനയിച്ചിട്ടുള്ള ആക്ടേഴ്സോ അല്ല ആ സിനിമ എങ്ങനെയുണ്ട് എന്ന് പറയുന്നത്. കണ്ട് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകനാണ്. ആ തരത്തിലുള്ള ഒരു എക്സ്ട്രീം തള്ളൽ ഈ കങ്കുവയ്ക്ക് റിലീസിന് മുമ്പേ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വന്നിട്ട് ഇപ്പോൾ പിന്നെ സൂര്യ ആയിക്കഴിഞ്ഞാലും ശരി, അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ജ്ഞാനവേൽ രാജയൊക്കെ വന്നിട്ട് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഇപ്പം കാണുന്ന സമയത്ത്, ഇപ്പോൾ ട്രോളിലൂടെ കാണുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ചിരി വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തിനു വന്നിട്ട് ഇത് പ്രേക്ഷകൻ തീരുമാനിക്കുന്നതിന് മുമ്പേ നമ്മൾ തീരുമാനിക്കണം എന്നുള്ളതാണ് ആക്ച്വലി കങ്കുവയെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ട് എല്ലാവരും കുറേ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സൗണ്ട് തന്നെയാണ്. കാരണം ഒരു തിയേറ്ററിൽ ഒരാളെ കയറുമ്പോൾ എത്ര നല്ല സിനിമ ആയിക്കോട്ടെ, ഒരാൾ കയറുന്ന സമയത്ത്, ഒരു പ്രേക്ഷകൻ കയറുന്ന സമയത്ത് പ്രേക്ഷകന് പ്രോപ്പർലി ആയിട്ട് അതിരുന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ അതിനൊരു പ്രോപ്പർ സൗണ്ട് വേണം. ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ എക്സ്ട്രീം സൗണ്ടാണ്. കാരണം നമുക്ക് തലവേദന വരുന്ന രീതിയിലുള്ള സൗണ്ടാണ് ആക്ച്വലി കങ്കുവയ്ക്ക് കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ട് ഇപ്പോൾ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ കുറ്റം പറഞ്ഞില്ല. എൻഡ് ഓഫ് ദ ഡേ ഇവരെല്ലാവരും വന്നിട്ട് തിയേറ്ററിലും അങ്ങനെ എല്ലാം മിക്സിലും ഒക്കെ കണ്ടിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് സിനിമയുടെ ടെക്നിക്കൽ സൈഡ് അറിയില്ല, എന്നാൽ പോലും ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ പോലും വന്നിട്ട് ഇതിൻ്റെ സൗണ്ട് കൂടുതലാണ് എന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പം ഞാൻ അറിയുന്നു രണ്ട് സ്റ്റെപ്പ് വോളിയം കുറച്ച് വെക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെങ്കിൽ ഞാൻ കണ്ട തിയേറ്ററിലൊക്കെ ഹെവി വോളിയമാണ്. ഇപ്പം ഞാൻ മാത്രമല്ല ചവിട് കുത്തിപ്പിടിച്ചിട്ടുള്ളത്, കാണുന്ന എല്ലാവരും. ഇപ്പോൾ അവിടെ ടോട്ടൽ ഒരു 10-12 പേര് സിനിമ കാണുന്നത്, അവരെല്ലാവരും വന്നിട്ട് ആക്ച്വലി അതേ പൊസിഷനിലാണുള്ളത്. സോ അതൊരു ഭയങ്കരമായിട്ടുള്ള മിസ്സായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഹൈ സൗണ്ട് എന്ന് പറയുന്നത് സിനിമയുടെ മൊത്തത്തിലുള്ള ആസ്വാദനത്തിന് തന്നെ ബാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും വന്നിട്ട് വെറുപ്പിക്കലായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഫസ്റ്റ് 25 to 30 minutes ആണ്. സൂര്യ ആസ് എ ആക്ടർ ആദ്യമായിട്ട് ഡൗൺഫോൾ ആവുന്ന രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം പുള്ളിക്കാരനെ കൊണ്ട് നടക്കാത്ത കാര്യം പുള്ളിക്കാരനെ കൂടി ചെയ്യിപ്പിക്കുക എന്നുള്ളത്, അതും വേസ്റ്റ് സ്ക്രീൻ പ്ലേയിൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ആക്ച്വലി ആദ്യത്തെ 30 minutes വേണ്ട നമ്മൾ കണ്ടിട്ടുള്ളത്. സൂര്യ ആയിരിക്കുന്നതും ദിശ പട്ടണി അവരുടെ ഒരു എന്താ പറയുക, പിന്നെ അവരുടെ ലവും അതുപോലെ തന്നെ ഈ യോഗി ബാബുടെയും റെഡിൻ കിങ്സ്ലി ഒന്നും വന്നിട്ട് ആക്ച്വലി ഒരു ടൈപ്പ് കാസ്റ്റഡ് ആയിട്ടുള്ള ഒരു കോമഡിയനാണ്. പുള്ളിക്കാരനൊന്നും വേറെ രീതിയിലേക്ക് ചെയ്യാൻ പോലും അറിയില്ല. യോഗി ബാബു അങ്ങനെയല്ല. എന്നാൽ പോലും യോഗി ബാബുനൊന്നും ചെയ്യാൻ പറ്റില്ല. സിറ്റുവേഷൻ കൊടുത്താൽ യോഗി ബാബു നന്നായിട്ട് പുള്ളിയുടെ ആ ഒരു ഡയലോഗിലൂടെ യോഗി ബാബു അവിടെ വന്നിട്ട് കോമഡി ഉണ്ടാകും. പക്ഷെ ഇതിൽ സിറ്റുവേഷനേ കൊള്ളൂല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വന്നിട്ട് യോഗി ബാബു എങ്ങനെ വന്നിട്ട് കോമഡി ഉണ്ടാക്കും? സോ അതുകൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു 30 minutes, ഫസ്റ്റ് 35-25 minutes പ്രസന്റ് പോർഷൻ കംപ്ലീറ്റ്ലി വന്നിട്ട് സ്ക്രീൻ പ്ലേയും ഡയറക്ടറുടെയും ഡയറക്ഷൻ അടക്കം കംപ്ലീറ്റ്ലി അലമ്പായിട്ടുള്ള ഒരു സെക്ഷനാണ് ആക്ച്വലി ഫസ്റ്റ് എടുത്ത്. ഈ ഫസ്റ്റ് 30 minutes കണ്ടു കഴിഞ്ഞ ഒരു പ്രേക്ഷകനെ അത്രയും ഇംപ്രസ് ചെയ്യണം ആ പടം വന്നിട്ട് ബെറ്റർ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അത്രയും ഫസ്റ്റ് ഞാൻ കണ്ടിരിക്കുന്നത്, ഞാനൊരു 10-20 കൊല്ലത്തിൽ കണ്ടിരുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സുറ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അതിന് മുമ്പേ 2006-2007 തമിഴ് സിനിമയിൽ പോലും ആ കൊമേഴ്ഷ്യൽ എലമെന്റ് വളരെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവണം. പക്ഷെങ്കിൽ ആ സമയത്തൊന്നും ഇല്ലാത്തൊരു വൃത്തികേടാണ് ആക്ച്വലി ഇതിൻ്റെ 30 minutes നമ്മൾ കാണുന്നത്. അപ്പോൾ അത് തന്നെ ഒരു മെയിൻ സെറ്റ് ബാക്ക് ആയിട്ട് മാറിയിട്ടുണ്ടാവുന്നതാണ് എനിക്ക് പേഴ്സണലി കങ്കുവ കണ്ടപ്പോൾ ഫീൽ ചെയ്തില്ല. അതിനുശേഷം വന്നിട്ട് അതിനുശേഷമുള്ള അവരുടെ നമ്മുടെ കഥയിലേക്ക് മെയിൻ പ്ലോട്ടിലേക്ക് വരുന്നിട്ട് അവിടെ വന്നിട്ട്
വന്നിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു വേൾഡിന്. ആ ഇൻട്രൊഡക്ഷനൊക്കെ വന്നിട്ട് എനിക്ക് വളരെ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായി. കാരണം ആ ഒരു 20 മിനിറ്റ്സ് ആ ക്ലാൻസും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സംഭവങ്ങൾ കാണിക്കുന്നതൊക്കെ വന്നിട്ട് അതൊക്കെ ഒരു കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തു. ഈവൻ തോ എനിക്കറിയില്ല, എനിക്ക് പേഴ്സണലി അത് വന്നിട്ട് അതായത് കുറച്ചും കൂടി വർക്ക് അതിനകത്ത് പോയിട്ടുള്ള പോലെ എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. എന്നാൽ പോലും ഈ ആദ്യത്തെ 30 മിനിറ്റ് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് തന്നെ കങ്കുവക്ക് മാറിയിട്ടുണ്ടായി. അത് അപ്പോൾ വരെ അതൊരു പ്രേക്ഷകൻ കാണുന്ന സമയത്ത് പ്രേക്ഷകന് ഇവർ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ മൈൻഡിൽ ഉണ്ടാവുക. അപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രേക്ഷകനെ കാണുന്ന ആദ്യത്തെ 30 മിനിറ്റിൽ തന്നെ അയാൾ കംപ്ലീറ്റ്ലി ഡിസപ്പോയിന്റഡ് ആണ്. അതിനുശേഷം പിന്നെ നിങ്ങൾ എന്ത് കാണിച്ചിട്ടും അത്രയും നല്ലത് കാണിക്കാതെ അപ്പോൾ അതിനുശേഷം പിന്നെ ആവറേജ് സീൻസുകളാണ് വരുന്നെങ്കിൽ പിന്നെ പ്രേക്ഷകനെ കുറ്റം പറയുന്നതിൻ്റെ രീതി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പം ജ്യോതിക അടക്കമുള്ള ആൾക്കാർ വന്നിട്ട് പ്രേക്ഷകനെയാണ് കുറ്റം പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് നോട്ട് ഫെയർ. അത് പ്രേക്ഷകൻ അങ്ങനെ കുറ്റം പറയുന്നതിൽ ഒരു അർത്ഥമില്ല. പ്രേക്ഷകന് മനസ്സിലാവുമല്ലോ നല്ല സിനിമ ഏതാണ് മോശം സിനിമ ഏതാണെന്നുള്ളത്. അതിലൊരു 80% ഉത്തരവാദിത്വം ഇതിൻ്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർക്ക് തന്നെയാണ്. കാരണം ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ശിവയുടെ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. ശരി, ഇനി ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ എനിക്ക് പറയാൻ പോലും താല്പര്യമില്ല. കാരണം സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണോ അത് ചെക്ക് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ഡയറക്ടറാണോ ചെക്ക് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ വൺ ഓഫ് ദ വേസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സൗണ്ടിലേക്ക് കൂടി നമുക്ക് തരുന്നത്. കാരണം ആ സിനിമയുടെ ടോട്ടൽ ക്രക്സ് തന്നെ ആ സൗണ്ട് കാരണം നമുക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് ഇടുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാട്ടുകളൊക്കെ ഇപ്പോൾ DSP ആണ് ചെയ്തിട്ടുള്ളത്. പാട്ട് കേൾക്കാൻ സുഖമുണ്ട്, പക്ഷേ പല സമയത്തും പുലിയിലും അതുപോലെ തന്നെ പുഷ്പയിലടക്കം കണ്ടിട്ടുള്ള സെയിം ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളത്. എന്നാൽ പോലെ ഒരു ഡിഫറൻസിയേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് DSPക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലല്ലബി പോലത്തെ ഒരു പാട്ട് വിച്ച് ഇസ് എ സിഗ്നേച്ചർ ശിവ തിങ്, അതും വന്നിട്ട് കുറച്ച് ബെറ്റർ ആയിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസുകളൊക്കെ വന്നിട്ട് ഇവർ പറഞ്ഞ പോലെ തന്നെ മുതലയുടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുണ്ടെന്ന് എനിക്കുള്ള അത് അപ്പോഴത്തേക്കിനെ പ്രേക്ഷകൻ ടയേർഡായിട്ട് അത്തരത്തിലുള്ള സാധനങ്ങളൊന്നും എൻജോയ് ചെയ്യാനുള്ള ഒരു അവസ്ഥ പ്രേക്ഷകനിലില്ലേ എന്നുള്ളതും എനിക്ക് പേഴ്സണലി ഒരു ഡൗട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി എന്നൊക്കെ പറയുന്നത് നമുക്ക് സിനിമാറ്റോഗ്രാഫിക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടും വെട്രി പളനിസ്വാമിയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എന്ത് ചെയ്തതിനും കാര്യമില്ല. സിനിമയിലേക്ക് വരുന്ന സമയത്ത് സിനിമ കുറേ കാര്യങ്ങൾ നല്ലതുണ്ട്. കാരണം മേക്കപ്പ്, സെറ്റ് ഡിസൈൻ, പ്രൊഡക്ഷൻ ഡിസൈൻ വന്നിട്ട് മിലനാണ് ചെയ്തിട്ടുള്ളത്. പുള്ളി ഇപ്പോൾ ഇല്ല, പുള്ളിയുടെ വൈഫാണ് അതിനുശേഷം ചെയ്തിട്ടുള്ളതെന്നാണ് ആക്ച്വലി ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ള സെറ്റ് ഡിസൈൻ ഉണ്ട്, ഗംഭീരമായിട്ടുള്ള കോസ്റ്റ്യൂം ഉണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട് കോസ്റ്റ്യൂമിൽ. സൂര്യ തന്നെ ആയി കഴിഞ്ഞാലും സൂര്യനെ സെപ്പറേറ്റഡ് എടുത്ത് കാണിക്കുന്നില്ല. അതിൻ്റെ അകത്ത് ഒരു നായകൻ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് എടുത്ത് കാണിക്കുന്നില്ല. സൂര്യ ആ ഒരു ക്ലാൻ്റെ ഉള്ളിലുള്ള ഒരാളെന്നുള്ള രീതിയിൽ തന്നെയാണ് സൂര്യനെ അവർ മേക്കപ്പ് ചെയ്യുന്നത്. അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന കുറച്ച് അതായത് ഒരു ആവറേജ് സിനിമയായിട്ടാണ് ഈ സിനിമ ഉള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ ഒബ്വിയസ്ലി പ്രേക്ഷകൻ കണ്ട് നിരാശനാവുകയല്ലേ ചെയ്യുക. അതന്നെയാണ് ഇവിടെ കങ്കുവയുടെ കേസിലും സംഭവിച്ചത്. വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമ, അങ്ങനെയുള്ള ഒരു സിനിമയെ ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ അതും ഫസ്റ്റ് 30 മിനിറ്റ്സ് കാണാൻ പോലും പറ്റാത്തൊരു സിനിമയാണ് ആക്ച്വലി കങ്കുവ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്കും അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് 30 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് ഭാഗങ്ങളും അതുപോലെ തന്നെ ആ ക്ലാനിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെയ്യാൻ വേണ്ടി പഠിക്കും. ബോബി ഡിയോൾ അതുപോലെ തന്നെ അങ്ങനെ വലിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും കൂടി ബോബിയിൽ കംപ്ലീറ്റ് രക്തം അങ്ങനത്തെ അങ്ങനെയുള്ള ഒരു ആൾക്കാരുണ്ടാവുന്നിരിക്കാം. പക്ഷേ എന്ന് വെച്ചാൽ അതൊക്കെ വന്നിട്ട് ഈ സൗണ്ട് എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് വരികയാണ്. നമുക്ക് കാണാൻ പറ്റുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് സൗണ്ട് കൊണ്ടുവരാണ്. എഡിറ്റിംഗ് എന്ന് പറയുന്നത് നിഷാദ് യൂസഫാണ്, ലേറ്റ് നിഷാദ് യൂസഫാണ്, സോറി ഫോർ ഹിം. സോ പുള്ളിക്കാരൻ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ജോബ് 2.5 മണിക്കൂർ എന്നുള്ള ഒരു കോമ്പാക്ട് ടൈമിങ്ങിലേക്ക് ഈ സിനിമയെ കൊണ്ടുവരാൻ വേണ്ടി ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ടാവാം. ഒരു ഫാമിലി ഓഡിയൻസിലൊക്കെ കാണുന്ന സമയത്ത് സൗണ്ട് കുറച്ച് വെക്കണം തന്നെയാണ് എനിക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. മേക്കപ്പ് കുപ്പുസ്വാമിയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ ടീമിനും എല്ലാം വളരെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ട് ഡയറക്ഷൻ മിലൻ, ഞാൻ പറഞ്ഞല്ലോ ആർട്ട് ഡയറക്ഷൻ പ്രൊഡക്ഷൻ ഡിസൈൻ മിലനാണ് ചെയ്തിട്ടുള്ളത്. വളരെ ഗംഭീരമായിട്ടുള്ള വർക്കാണ്. സൂര്യ ആസ് എൻ ആക്ടർ ഇറ്റ്സെൽഫ് കുറച്ച് എന്താ പറയുക, പുള്ളിക്കാരന് ഭയങ്കര അലർച്ചയാണ് ഈ സിനിമയുടെ അകത്ത്. അതായത് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും കൂടി സൂര്യയുടെ കൂടെ തന്നെ ഒരു ചെക്കൻ ഒരുത്തൻ പേരറിയില്ല, പുള്ളിക്കാരൻ നല്ല അവരുടെ ലാസ്റ്റത്തെ ഈ അലറൽ എന്ന് പറയുന്നത് നമുക്ക് അൺസൈക്കബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത് ബാസ്റ്റൺ പ്രശ്നത്തെ മാറി കാണിക്കുകയോ ഹൗ കം ദീസ് കംസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് സൂര്യ സിനിമയിൽ വരണം എന്നുള്ളതാണ് ഇത് സൂര്യ ഫാൻസ് ഒക്കെ പറയുന്നത്. സോ വളരെ ആവറേജ് ആയിട്ടുള്ള ക്ലൈമാക്സ് ആയിട്ടുമാണ് എനിക്ക് പേഴ്സണലി കങ്കുവയുടെ ക്ലൈമാക്സും ഫീൽ ചെയ്തിട്ടുള്ളത്. ആകെ മൊത്തത്തിൽ കങ്കുവ വന്നിട്ട് കണ്ട് മറന്ന് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സൂര്യനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ നെഗറ്റീവ് റിവ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നത് സിനിമ. പക്ഷേ കണ്ട് മറന്നു കളയാനുള്ള ഒരു സിനിമ മാത്രമായിട്ട് ആക്ച്വലി കങ്കുവ മാറുവാണ്. പ്രൊഡക്ഷൻ ഇതുപോലത്തെ വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള സിനിമകൾ വരുന്ന സമയത്ത് പല രീതിയിലും 300 കോടിയൊക്കെ മുടക്കിയെന്നവർ പറയുമ്പോൾ പല രീതിയിലും ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് ശ്രദ്ധിച്ചിട്ടില്ല. ശിവ ആസ് എ ഡയറക്ടർ ഒരു പ്രൊഡക്റ്റ് കൺസീവ് ചെയ്യുന്നതിൽ, ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് എങ്ങനെ വന്നിട്ട് പ്രേക്ഷകനിലേക്ക് തരുന്നതിൽ ഗംഭീര പരാജയമായിട്ട് മാറിയിരിക്കുകയാണ് ആക്ച്വലി കങ്കുവയിൽ കൂടി. അത് ഓൾറെഡി പരാജയമായി, ഇപ്പം കങ്കുവ ഓൾറെഡി പരാജയമായില്ല. സോ ഹീ ഷുഡ് ഓൾസോ റീതിങ്ക് എന്താണ് നമ്മുടെ
ബെസ്റ്റ് പാർട്ട് ഏതാണ് നമുക്ക് കറക്റ്റായിട്ട് വരുന്നത്, അത് എങ്ങനെ ഡെലിവറി ചെയ്യണം, ഈ ഷുഡ് ഓൾസോ റീതിങ്ക് റാദർ ദാൻ ഓവർ കോൺഫിഡൻസ് കൂട്ടുന്നതിന് പകരം നമ്മൾ റീതിങ്ക് ചെയ്ത് നമ്മുടെ ബെറ്റർ ആയിട്ട് സിനിമ എടുക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുകയാണ് വേണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. സൂര്യയുടെ വരുന്ന സിനിമകളിലൊക്കെ പ്രതീക്ഷയുണ്ട്. സൂര്യ അങ്ങനെ നമുക്ക് എന്താ പറയുക 10-12 വർഷമായിട്ട് ഒരു പ്രോപ്പർ ഹിറ്റില്ല തിയേറ്ററിൽ എന്ന് പറയുന്ന സമയത്തേക്ക് അത് അങ്ങനെയല്ല. സൂര്യ ആസ് എ പേഴ്സൺ, സൂര്യ ആസ് എ സ്ക്രിപ്റ്റ് സെലക്ഷൻ ശ്രദ്ധിക്കണം. ആ ശ്രദ്ധ വന്നിട്ട് സൂര്യനെ വേറെ ഹൈറ്റിലേക്ക് എത്തിക്കും എന്നതിനാണ് ഇപ്പോഴും ഞാൻ ആക്ച്വലി പേഴ്സണലി വിചാരിക്കുന്നത്. ഗസ്റ്റ് റോളും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഒരു ഇമ്പാക്റ്റും ഉണ്ടായിട്ടില്ല. ദയവ് ചെയ്തിട്ട് കങ്കുവ 2 ആയിട്ട് ഇനിയും വരരുത് എന്നാണ് എനിക്ക് പേഴ്സണലി ശിവനോട് പറയാനുള്ളത്. ലെറ്റ് സൂര്യ ഡു വാട്ട് ഹി ഈസ് ഗുഡ് അറ്റ്. സോ അതാണ് എനിക്ക് പേഴ്സണലി കങ്കുവ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. സോ പറ്റുവാണെങ്കിൽ, സമയമുണ്ടെങ്കിൽ, ഇവർ സൗണ്ടൊക്കെ കുറച്ച് വെക്കുന്നുണ്ടെങ്കിൽ, ഡു വാച്ച് കങ്കുവ ഇൻ യുവർ തിയേറ്റേഴ്സ്.